വെൽക്കം ബാക്ക്. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ആദ്യം പോളിടെക്നിക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ലഭ്യമായിട്ടുള്ള കോഴ്സുകളൊക്കെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളും അവയിൽ ഉള്ള പ്രോഗ്രാമുകൾ, കോഡുകളും സീറ്റുകളുമാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഒന്നാമതായിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഓക്കെ, ട്രിവാൻഡ്രത്തിലുള്ള സെൻട്രൽ പോളിടെക്നിക് കോളേജ്, വെട്ടിയൂർക്കാവ്, തിരുവനന്തപുരം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽ ടെക്നോളജി, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയുണ്ട്. ബ്രാഞ്ച് കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബ്രാഞ്ച് കോഡായിരിക്കും അഡ്മിഷൻ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതുകൊണ്ട് അത് നോക്കി വെച്ചേക്കുക. നമ്പർ ഓഫ് സീറ്റ് ഓരോന്നിലും 60 സീറ്റുകൾ വീതമാണുള്ളത്. സോ ടോട്ടൽ സീറ്റായിട്ട് 360 ഓക്കെ, നെക്സ്റ്റ് വൺ പോളിടെക്നിക് വുമൻസ് ആണ് പോളിടെക്നിക് കോളേജ്. ഓക്കെ, കൈമനം. അപ്പോൾ അവിടെയും ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. സോ അതിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മാത്രം 15 സീറ്റുകളുണ്ട്. ബാക്കി എല്ലാത്തിനും 60 സീറ്റുകൾ വീതം. ടോട്ടൽ 255 സീറ്റുകളാണുള്ളത്. ഇനി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെയ്യാറ്റിൻകരയിൽ ലഭ്യമായിട്ടുള്ളത് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നിവയാണ്. ഓരോന്നിനും 50 സീറ്റുകൾ വീതമാണ്. ടോട്ടൽ 270 സീറ്റുകൾ അവിടെ ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് സോ ട്രിവാൻഡ്രത്തിൻ്റെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോളിടെക്നിക് അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെടുമങ്ങാട്, അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഓരോന്നിലും 50 സീറ്റുകൾ വീതം ഉണ്ടായിരിക്കും. പിന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉണ്ട്. 60 സീറ്റുകൾ വീതം ഓരോന്നിലും. ഇനി അടുത്തത് കൊല്ലം പോളിടെക്നിക് കോളേജുകളിലേക്ക് നോക്കാം. കൊല്ലത്തുള്ള പോളിടെക്നിക് കോളേജുകളിലേക്ക് നോക്കാം. സോ അവിടെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പുനലൂർ ഉണ്ടായിരിക്കും. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് 60 സീറ്റുകൾ വീതം. പിന്നെ ശ്രീനാരായണ പോളിടെക്നിക് കോളേജ് ഉണ്ടായിരിക്കും. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് എന്നിവയാണ്. ഓരോന്നിലും 60 സീറ്റുകൾ വീതം. പിന്നീട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് എഴുകോൺ ഉണ്ടായിരിക്കും. അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അടുത്തത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. പത്തനംതിട്ടയിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെണ്ണിക്കുളം, അവിടെ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, പോളിമർ ടെക്നോളജി എന്നിവയാണ്. 60 സീറ്റുകൾ വീതം ഓരോന്നിലും. ആർക്കിടെക്ചർ മാത്രം 40 സീറ്റ്. പിന്നീട് അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നിവ NSS പോളിടെക്നിക് പന്തളത്തുണ്ടായിരിക്കും. സോ ഓരോ കോളേജുകൾ കൂടി അവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, സോ ഞാനിനി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ആലപ്പുഴ കോളേജിലുള്ളത് നോക്കാം. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേർത്തല, അതുപോലെ തന്നെ കാർമൽ പോളിടെക്നിക് കോളേജ് ആലപ്പുഴ, ഗവൺമെൻറ് വുമൻസ് പോളിടെക്നിക് കോളേജ് കായംകുളം എന്നീ ഭാഗങ്ങളാണുള്ളത്. സോ സ്ക്രീനിൽ നിന്നും കോഴ്സുകളെ നിങ്ങൾ നോക്കാം, സീറ്റുകൾ നോക്കാവുന്നതാണ്. ആലപ്പുഴ. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയമാണ്. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നട്ടകം കോട്ടയം ഉണ്ടായിരിക്കും. അതുപോലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാല, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കടത്തുരുത്തി. ഓക്കെ, അവിടെയുള്ള ലഭ്യമായിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ ബ്രാഞ്ച് കോഡ്, സീറ്റ് എന്നിവ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കി വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഇടുക്കിയിലുള്ള പോളിടെക്നിക് കോളേജുകളാണ്. ഇടുക്കിയിലുള്ള പോളിടെക്നിക് കോളേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മുട്ടം, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് വെണ്ടിപ്പെരിയാർ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെടുംകണ്ടം. ഓക്കെ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് മുറപ്പുഴ, തൊടുപുഴ. ഓക്കെ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് എറണാകുളത്തുള്ള പോളിടെക്നിക് കോളേജുകൾ നോക്കുക. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി, ഗവൺമെൻറ് വുമൻസ് പോളിടെക്നിക് കോളേജ് എറണാകുളം, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ്
കൊട്ടംകാരം, അതുപോലെ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പെരുമ്പാവൂർ എന്നിവയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ മഹാരാജാസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ, അത് തൃശ്ശൂരുള്ളതാണ്. തൃശ്ശൂരുള്ളതിനകത്ത് മഹാരാജാസ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ശ്രീ രാമ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് തൃപ്രയാർ ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കൊരാട്ടി ഉണ്ടായിരിക്കും. ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് കുന്നംകുളം ഉണ്ടായിരിക്കും. ഗവൺമെൻറ് വുമൻസ് പോളിടെക്നിക് കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ചേലർക്കര. അടുത്തത് പാലക്കാടുള്ളത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് പാലക്കാട്. സോ ഇവിടെ നിന്ന് നിങ്ങളത് കൂടി ഒന്ന് നോക്കുക, ഓരോന്നിൻ്റെയും പറയാം. മലപ്പുറത്തുള്ളത് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളും മറ്റ് കോളേജുകളും ഇവിടെ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്തത് കോഴിക്കോടുള്ളത് 2 കോളേജുകൾ, പിന്നെ കണ്ണൂരുള്ള 3 കോളേജുകൾ, വയനാടുള്ള കോളേജുകൾ, ഓക്കെ, കാസർഗോഡ് ഉള്ള കോളേജുകൾ. പിന്നീട് അടുത്ത് വരുന്നത് പോളിടെക്നിക് കോളേജിൽ കോസ്റ്റ് ഷെയറിംഗ് ആയിട്ടുള്ള IHRG പോളിടെക്നിക് കോളേജുകളും അവിടെയുള്ള ഡിപ്ലോമ പ്രോഗ്രാംസുകളുമാണ്. ഓക്കെ, IHRD മോഡൽ പോളിടെക്നിക് കോളേജ് കരുനാഗപ്പള്ളി. സോ ഇവിടെ ആകുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫീസ് കൊടുക്കേണ്ടി വരും. നിങ്ങൾ അഡ്മിഷൻ വെക്കുന്ന സമയത്ത് ഇത് പ്രത്യേകമായിരിക്കും വെക്കേണ്ടി വരിക. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ വെച്ചാൽ മതിയാവുന്നതാണ്. സോ പിന്നീട് അതിൻ്റെ ഓരോന്നും ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജ് ഫീസ് സ്ട്രക്ചർ ഡിപ്ലോമ പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജ് ഡിപ്ലോമ പ്രോഗ്രാംസ്. ഓക്കെ, സെൽഫ് ഫിനാൻസിങ്ങിലും നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് ഫിനാൻസിങ്ങിൽ ഗവൺമെൻറ് സീറ്റുകളുണ്ടായിരിക്കും. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഫീസ് വേണ്ടി വരില്ല. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഫീസ് അടച്ചുള്ള നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ടും ഉള്ള ഇതുണ്ടായിരിക്കും. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.